ഹായ് മക്കളെ, നമുക്ക് ചക്കക്കുരു മുരിങ്ങയിലയും കൂടെ തോരൻ വെച്ചാലോ? ഇപ്പം ചക്കയുടെ കാലമാണല്ലേ, എല്ലാവരുടെയും വീട്ടിലും ചക്കക്കുരുവൊക്കെ ഉണ്ട്. ഇത് അധികം മൂക്കാത്ത ചക്കക്കുരുവാണ്, അതാണ് തോരൻ വെക്കാൻ എപ്പോഴും നല്ലത്. അധികം മൂക്കാത്താണ്. പിന്നെ മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടും ഓരോ ഓരോ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. അതിനകത്ത് ഒരു കുക്കർ എടുത്തിട്ട് ചക്കക്കുരു കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഒരക്കപ്പ് വെള്ളമൊക്കെ മതി. 2 വിസിൽ കേൾപ്പിക്കണം. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിരുന്ന് അവിടെ വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പം അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നറിയാമല്ലോ. എന്നാൽ നമുക്കൊന്നുകൂടെ പറയാം. ഒരു പ്ലേറ്റിൽ ഒരു 1.5 കപ്പ് തേങ്ങ, ഒത്തിരി കാന്താരി മുളക്, പച്ചമുളകായാലും മതി, കാന്താരി മുളകാണ് നല്ലത്, 2 കഷ്ണം വെളുത്തുള്ളി, 3-4 കഷ്ണം ചുവന്നുള്ളി, എന്നിട്ട് ഇത്തിരി മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒറ്റ കറക്കുമ്പോൾ അതിൻ്റെ അരപ്പായി. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചക്കക്കുരു വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വെക്കാറുള്ളതാണ്, എന്നാലും ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു തന്നെ വയ്ക്കുന്നേക്കാളും മുരിങ്ങയില തന്നെ വയ്ക്കുന്നേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ്. നമുക്ക് നോൺ സ്റ്റിക്കിനെ ഒക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് അല്പം കടുകിട്ട് പൊട്ടിക്കാം. കടുക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ജലദോഷമുള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനായിട്ട്. അതാ നമ്മുടെ അരപ്പിട്ട് കൊടുത്തു എണ്ണയിലേക്ക്. അപ്പോൾ അരപ്പൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അപ്പോൾ ഇരുമ്പ് പാത്രം ആയതുകൊണ്ട് നമ്മൾ ഈ കറി അധികം നേരം പാത്രത്തിൽ വയ്ക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും നമ്മൾ എന്താ പറയുക, നോൺ സ്റ്റിക്കൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്യുന്നതായിരിക്കും നമുക്കെപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ചട്ടി, മൺചട്ടി. അപ്പോൾ അത് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കുവാണേ. ഈ മുരിങ്ങയില ഇട്ടിട്ട് നമ്മൾ മൂടണമെന്നില്ല. കാരണം ഇത് അധികം നേരം പ്രത്യേകിച്ച് അധികം മൂക്കാത്ത മുരിങ്ങയിലയാണ്. അത് വേഗം നമുക്ക് വെന്ത് കിട്ടും. 4 തവണ ഇളക്കി കൊടുത്താൽ മതി. ഉണ്ട്, അത് മൂടിക്കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക, കുഴഞ്ഞ് കട്ട പിടിച്ചങ്ങനെ പോകും. ഇപ്പോൾ അതേ കട്ടയൊന്നും പിടിച്ചിട്ടില്ല. നല്ല വേറെ നന്നായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. മുരിങ്ങയില വളരെ വേഗം വേകുമല്ലോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പിന്നെ ചക്കക്കുരുവില്ലേ, അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം കൊണ്ട് കിട്ടും, അത് സാരമില്ല, അത് വറ്റിക്കോളും. തന്നെയെല്ലാം ഒത്തിരി അങ്ങോട്ട് ഉണങ്ങിയിരിക്കുന്നേക്കാളും നല്ലത് കുറച്ചൊരു നനവോടെ ഇരിക്കുന്നതാണ്. നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാനൊക്കെ ആണെങ്കിലും അതാണ് നല്ലത്. ഇനി ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഇഷ്ടമെന്നുള്ളവർ ആ ചക്കക്കുരു അത് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, വലിയവർക്കായാലും ഒക്കെ. നമ്മൾ മുരിങ്ങയില തന്നെ വയ്ക്കുന്നേക്കാളും ഇതുപോലെ 2 സാധനങ്ങൾ ചേർത്ത് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചക്കക്കുരു ആളും തോരൻ വയ്ക്കുമ്പോൾ അത് തന്നെ വയ്ക്കുന്നതിലും നല്ലത്. ഇതിങ്ങനെ ഏതെങ്കിലും ഇല, ചീരയൊക്കെ നമുക്ക് ഇതുപോലെ വയ്ക്കാം കേട്ടോ. ചക്കക്കുരുവിൻ്റെ കൂടെ ചേർത്തിട്ട്. പിന്നെ ഒത്തിരി അങ്ങോട്ട് മൂത്ത ചക്കയുടെ കുരുവിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് പാകത്തിന് മൂപ്പായ ചെറിയ മൂപ്പുള്ള ചക്കയുടെ കുരുവാണ്. ഈ പാടയൊക്കെ പോകാതിരിക്കില്ലേ. ഇതാ നമ്മുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കറി ഒത്തിരി ഇളകിയിട്ട് കറിയുടെ ടേസ്റ്റ് മാറും, കളറും മാറും. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബായ്. എൻ്റെ FB പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജും. താങ്ക്സ് ഫോർ വാച്ചിങ്.